ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇവിടെ ഇന്നത്തെ പരിപാടി വരുമ്പോൾ അഗ്വേറിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ്. അതായത് നോർമൽ റിവ്യൂ പരിപാടി ഒന്നും അല്ല കേട്ടോ. റിവ്യൂ ഇഷ്ടംപോലെ പേര് ഞങ്ങൾ കണ്ടതല്ലേ. ഞാൻ ഇന്നൊരു വെറൈറ്റി സാധനം പിടിച്ചു കാണിച്ചുതരാം. നമ്മൾ അഗ്വേറിനെ ട്രെയിൻ ചെയ്തത് വെറൈറ്റി ലെവലാണ്. 100 ഫിനിഷിങ്, 90 കേൾ, അതുപോലെ 90 കിക്കുമ്പോൾ 2 ആക്സലേഷൻ, 2 കിക്കുമ്പോൾ എന്താണ് സ്പീഡ് ആക്സലേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം വെച്ചാൽ മെയിൻലി നമ്മൾ ബ്ലിറ്റ്സ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ബ്ലിറ്റ്സ് ലോ സ്ക്രിമർ അടിക്കാം, പക്ഷേ ബ്ലിറ്റ്സാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് ആകെ ഈ ബ്ലിറ്റ്സും ലോ സ്ക്രിമറും മാത്രം എക്സ്പീരിയൻസ് ചെയ്താൽ മതി എന്നുള്ള രീതിക്കാണ് ഞാൻ പ്രൊഫഷൻ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഇപ്പോൾ നോർമലായിട്ട് കളിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓപ്പ് വന്നിട്ടുണ്ട്. അഗ്വേറോ ഒക്കെ ഡബിൾ ടച്ച്. അഗ്വേറോ ആടാ കുറച്ച് പവർ പറഞ്ഞു. ഷിറ്റ്, നൈസായിരുന്നു. ലൂയിസ് ഫിഗോ, അഗ്വേറോ ഡബിൾ ടച്ച്. അഗ്വേറോ മോനെ ഫസ്റ്റ് ഗോള്. ഏതാ 100 ഫിനിഷിങ്ങളുണ്ടേ. ലൂയിസ് ഫിഗോ, എടാ വെറുതെ ക്ലോസ് ഗോൾ ഇട്ട് ബാറ്റോ. അയ്യോ. അഗ്വേറോ കട്ട് ചെയ്തിട്ടുണ്ട്. അഗ്വേറോ എടാ എടുക്ക്. അഗ്വേറോ നൈസ്. നമ്മൾ ലോക്ക് സ്ക്രീമർ ഒട്ടിച്ചോക്കെ. അഗ്വേറോ നൈസ്. ഓ കിട്ടില്ല. ഓക്കെ, അഗ്വേറോ കിട്ടിയിട്ട് കറക്റ്റ് നമ്മളെ പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ടേൺ എടുക്കുക. അഗ്വേറോ എൻ്റെ മോനെ ഏതാ ഗോള്. നല്ല കിടിലം. ഫസ്റ്റ് മാച്ച് നമ്മൾ അഗ്വേറോ കൊണ്ട് ഹാർട്ടൊക്കെ അടുപ്പിച്ചു. 2 ബിൽസ് കേളറും ഒരു ലോ സ്ക്രീമറും അടിച്ച് കിടിലം സാധനം. ഉപ്സ് ഒപ്പണ്ടാണ്. എന്തായാലും ഓപ്പൺ സ്കോഡ് 3 CB അല്ല, ചാൻസ് ഇട്ട് വിചാരിക്കുക. വിളിച്ചടിക്കുക. പാറ്റോ നെറ്റ് എന്തോ ശരി ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ജനേറ്റി, ഷെൻസ്റ്റേഗർ, റൈക്കാർഡ്, പാറ്റോ, അഗ്വേറോ. ഓക്കെ, അഗ്വേറോ പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി അടുപ്പിക്കുക. അഗ്വേറോ ഡബിൾ ടച്ച്. അഗ്വേറോ ഏതാ മോനെ. ഇങ്ങനെ ട്രൈ ചെയ്ത് കളിപ്പിച്ചു കേട്ടോ. കേസ് രസമുണ്ട്. വിക്സ് കളറും ലോ സ്കീമറും മാത്രം നിങ്ങൾ എയിം ചെയ്ത് കളിപ്പിക്കുകയാണെങ്കിൽ. പക്കൂസില്ല പെറൂസിയ ഗോളി ഒന്ന് എടുക്കെടുക്ക്. നൈസ്. അഗ്വേറോ എടാ എടുത്ത് അടി. എടാ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും നോർമൽ ഗോളാണെങ്കിലും നൈസ്. റണ്ണർ നൈസായിരുന്നു. പാസ് അങ്ങോട്ട് 2 ഗോൾ. ഓക്കെ, അഗ്വേറോ പിന്നെ നമ്മളെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അഗ്വേറോ ആടാ കാട്ടുകൈ പവർ കൂടി. ഓക്കെ, പിന്നെ ബസ്സിലേക്ക് എത്തിയിട്ട് അഗ്വേറോ ബാറ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ബോൾട്ടുണ്ട്. അടുപ്പിക്കാൻ നോക്കാം. അഗ്വേറോ ഡബിൾ ടച്ച്. എടാ ബ്ലിറ്റ്സ് ആയില്ല. അയ്യേ. ഓക്കെ, പിന്നെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അഗ്വേറോ ലോ സ്ക്രീനിൽ കൊടുത്താൽ മതി. കളി 2 ഗോൾ അടിച്ചുള്ളൂ. കുറേ മിസ്സായിട്ടോ ബിൽസ്. കുഴപ്പമില്ല, ഗോൾ അടിച്ചെന്തായാലും. ഓക്കെ, അഗ്വേറോ എടാ കിട്ടിയില്ല. ഓക്കെ, ഷെൻസ്റ്റേഗർ എടുത്തിട്ടുണ്ട്. അഗ്വേറോ ഏതാ പിന്നെ ഈ അടിപൊളി ഗോള്. എന്തായാലും 2-1 നമ്മളെന്തായാലും തോൽക്കും. ബട്ട് നോ പ്രോബ്ലംസ്. അഗ്വേറോൻ്റെ കിടിലൻ ഗോളില്ലേ. തോറ്റു. പക്ഷേ ഒപ്പുണ്ട്. അടുത്ത് വന്നിട്ടുണ്ട്. ആരാണ് 91? F2P ആണ്. F2P സ്കോഡാണ്. കുക്കാവോ? F2Pൻ്റെ എതിരാണ് അധികം പണിയിട്ടില്ല. ഷെൻസ്റ്റേഗർ, അഗ്വേറോ, ബാക്ക് ടു അഗ്വേറോ, ഡബിൾ ടച്ച്. അഗ്വേറോ എടാ. ഓക്കെ, അഗ്വേറോ ഓടുന്നുണ്ട്. ഗോളിനെ കയറ്റി കൊണ്ടുവന്നു. താങ്ക് യു മോനെ. ഓക്കെ, അഗ്വേറോ 2ാമത് ബ്ലിറ്റ്സ് അടിച്ചിട്ടുണ്ട്. ഏതാ മോനെ. രസമാണ് കേട്ടോ അങ്ങനെ കളിപ്പിക്കാൻ. പോയോ മടുത്ത ഒപ്പണ ടച്ച് ഇറക്കുന്നില്ല. എന്തായാലും ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കളിപ്പിച്ചോ കേട്ടോ. പ്രത്യേക ഒരു രസമാണ്. ഒരു ഗ്ലിച്ച് സാധനം പോലെ. എത്ര കാലം ഉണ്ടാകുന്ന അറിയില്ല. എന്നാലും ഉള്ള കാലം കളിപ്പിക്കാൻ പറ്റുമോ നോക്കുക. അല്ല ഒപ്പോണ്ട് വരുന്നില്ലെങ്കിൽ ഒന്ന് പോയിന്ന്. അപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട്. പുള്ളി എക്സൈറ്റ് പോയതാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആ ഗെയിം പ്ലേസൊക്കെ കണ്ടല്ലോ.
അത് ഞാൻ അഗ്വറിനെ ബ്ലിറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്ത് കളിപ്പിച്ചപ്പോൾ ഉള്ള ഗെയിം പ്ലേസ് ആണത്. ഞാൻ മാറ്റി പ്രോഗ്രഷൻ മാറ്റിക്കൊണ്ടേ ഇരുന്നായിരുന്നു കളിപ്പിച്ചത്. അപ്പോൾ അതിലുള്ള കുറച്ച് ഗെയിം പ്ലേസ് ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അടിപൊളിയാണ് അങ്ങനെ കളിപ്പിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സൂപ്പർ സബ് രീതിക്ക് ഇറക്കിയാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. സെക്കൻഡ് ഹാഫിന് ശേഷമൊക്കെ ഇറക്കിയാണ് ഓൾറെഡി ഫ്രഷ് ഫുട്ട് ആയതുകൊണ്ട് കുറച്ചുകൂടെ സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റേ ഓപ്പോണൻ്റെ CP മേ ബി എന്താ പറയുക കുറച്ച് വീക്കായിരിക്കും. ഇപ്പോൾ ഏറ്റവും വലിയ നെഗറ്റീവ് പറഞ്ഞാൽ ഫിസിക്കാലിറ്റിയാണ്. തൊട്ടാ വീഴും. ഇപ്പോൾ പാറ്റോനെ പോലത്തെ പ്ലേയേഴ്സിനും ഫിസിക്കാലിറ്റി ഇല്ല, പക്ഷേ പുള്ളിക്ക് നല്ല സ്പീഡുണ്ട്. അതായത് ഫിസിക്കൽ ബാറ്റിലുള്ള ചാൻസ് അവിടെ കൊടുക്കൂല മിക്ക ചാൻസിലും. അപ്പോൾ പക്ഷേ അഗ്വറിൻ്റെ പ്രശ്നം വെച്ചാൽ സ്പീഡ് 90 ആ ലെവലേ ഉള്ളൂ, ഫിസിക്കാലിറ്റി കുറവാണ്. ബാലൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ചെങ്കിലും പിടിച്ചിരിക്കുന്നത്. ബട്ട് സ്പീഡില്ലാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഞാൻ പറയാം സൂപ്പർ സബ്ബൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രൊഫഷൻ ആണെങ്കിൽ കേട്ടോ. മെയിനായിട്ട് സേവ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 100 ഫിനിഷിങ് ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗാണ്. അത് ഫിനിഷിംഗ് കൊണ്ടാണ് അധികവും നെവിൾസ് തന്നെ കറങ്ങിപ്പോയി കയറുന്നത്. പിന്നെ 90 കേളുണ്ട്. 90 കേൾ ഇസ് ഡീസൻറ്റ്. ആക്ച്വലി CF കാർഡാണ്. അപ്പോൾ CFന് പറയുമ്പോൾ വിങ്ങർ കാർഡിൻ്റെ അത്ര ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല ബ്ലിറ്റ്സ് അടിക്കാനുള്ള. പക്ഷെ നമ്മളത് പ്രഷർ ചെയ്ത് കൊണ്ടുപോയിട്ടാണ് അടിക്കുന്നത് അങ്ങനെ. അപ്പോൾ 85 കേളൊക്കെ ഡീസൻ്റാണ് CFനെ വെച്ച് നോക്കുമ്പോൾ ബ്ലിറ്റ്സ് കേളറിന്. കൂടാതെ ലോ സ്ക്രീമർ അധികം ട്രൈ ചെയ്തിട്ടില്ല, കാരണം അധികം ബ്ലിറ്റ്സിനെ ഫോക്കസ് ചെയ്ത്. ലോ സ്ക്രീമർ അടിക്കാൻ പറ്റുന്ന ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ലോ സ്ക്രീമറാണ് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ബ്ലിറ്റ്സ് കേളൊക്കെയാണ്ട് ഇപ്പം ഡേഞ്ചറസ് ആയിട്ടുള്ള സ്കില്ല് ഈ ഫുട്ബോളിൽ. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പോൾ ബ്ലിറ്റ്സിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരിക്കലും അഗ്വറൻ എടുക്കരുത് കേട്ടോ. അത് ടോട്ടലി പറയാണ്. കാരണം ബ്ലിറ്റ്സിന് വേണ്ടി മാത്രമല്ല അഗ്വറോൻ്റെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്താൽ എപ്പോഴും ഡിസപ്പോയിൻമെൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ബ്ലിറ്റ്സിന് വേണ്ടി മാത്രം ട്രെയിൻ ചെയ്ത് അങ്ങനെ ആ സ്റ്റാറ്റ്സ് ഇപ്പോൾ കിക്കിംഗ് പവർ, ഫിനിഷിങ്, കേൾ ഇതാണ് ഇമ്പോർട്ടൻ്റ്. അത് 90 എബോങ്കിലും ഉണ്ടെങ്കിൽ മര്യാദക്ക് പെർഫോം ചെയ്യുള്ളൂ ബ്ലിറ്റ്സ് കേളർ കാർഡ്. അപ്പോൾ ആ രീതിക്കാണ് ചെയ്തത്. അപ്പോൾ പ്രോപ്പറായിട്ട് കിക്കിംഗ് പവർ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ പ്രോപ്പറായിട്ടൊരു പൊസിഷൻ സെറ്റ് ചെയ്തിട്ട് മാത്രമേ ബ്ലിറ്റ്സ് ഇപ്പോൾ കയറുള്ളൂ. ഇത്രയും ഒരു പ്രശ്നമാണ്. ചിലപ്പം ബാറിനിട്ടിപ്പോൾ ചിലപ്പം ഗോൾ കീപ്പർ സേവ് ചെയ്യും മര്യാദക്കായിട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് വെറൈറ്റി ആക്കിയാൽ നോക്കിയതാണ്. അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഗൈസ്. സോ ഗൈസ് ബൈ.